ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തി മെറ്റീരിയലാണ്. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി ആണ്. അപ്പോൾ അത്യാവശ്യം ലുക്ക് തരുന്ന ഒരു വർക്ക് തന്നെയാണ് മെറ്റീരിയൽ ചെയ്തെടുത്തേക്കുന്നത്. ലാവൻഡർ ഷെയ്ഡാണ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് അടിപൊളി ഫങ്ഷൻസ്, ഇപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ടുള്ള ഹൗസ് വാമിങ്, ബാപ്റ്റിസം, പിന്നെ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ അത്യാവശ്യം പ്രോഗ്രാമുകൾക്കൊക്കെ വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയലാണ് നമ്മളിത് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഫസ്റ്റ് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തി മെറ്റീരിയൽ. ഇതിൽ വി നെക്ക് പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ റോസ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീവ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് നെക്ക് പോർഷനിൽ മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്ലീവ് പോർഷനിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ബുള്ളിയൻ റോസ് സ്റ്റിച്ചും അതിൻ്റെ കൂടെ ലീവ്സും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മെറ്റീരിയലിലെ നെക്ക് പോർഷനിലും സ്ലീവ് പോർഷനിലും നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടില്ല. താഴെ പോർഷനിൽ മാത്രമാണ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ 4 ഡിസൈനാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8.5 ഇഞ്ച് സൈസ് വരും. പിന്നെ ഇതിൽ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് വോവൺ ബാർ സ്റ്റിച്ചാണ്. ലീവ്സ് ബീഡ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബീഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഡ് പോലെ തോന്നുന്ന അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഒലിവ് ഗ്രീൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ലീഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ടൈപ്പ് ലീവ്സ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ലീഫ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബീഡ് സ്റ്റിച്ചാന്ന് പറഞ്ഞു. ഇതിൽ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ലീവ്സ് എല്ലാ ഡിസൈനിലും വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഹെറിൻ ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മെറ്റീരിയലും വർക്കൊക്കെ കാണുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആങ്കർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ്. ഫ്ലവേഴ്സൊക്കെ ഈ ഫ്ലോറൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ്. ലീഫിൻ്റെ കളേഴ്സ്, ഈ സ്റ്റെമ്മിൻ്റെ കളേഴ്സൊക്കെ ഒലിവ് ഗ്രീൻ, അതിൻ്റെ ഇത്തിരി ഒലിവ് ഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ഫസ്റ്റ് മെറ്റീരിയലിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതാണ് സെക്കൻഡ് മെറ്റീരിയൽ. 2 മെറ്റീരിയലിലും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആങ്കർ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ കളേഴ്സൊന്നും ഇളകിപ്പോവില്ല. പിന്നെ ഹാൻഡ് വാഷ് ചെയ്ത് ഇത് അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ വർക്ക്, ഇപ്പോൾ ഇത് പൊങ്ങി നിൽക്കുന്ന വർക്കായതുകൊണ്ട് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതുമേ ഈ ത്രെഡൊക്കെ ലൂസാവാനും അതുമേ കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷനിലാണ് നമ്മൾ അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചുളിവൊക്കെ ക്ലിയർ ആവും. അല്ലെങ്കിൽ ഈ വർക്കുമ്മേ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹീറ്റ് കൂടിയിട്ട് ഈ ത്രെഡൊക്കെ ചിലപ്പോൾ പൊട്ടാനും അതുമ്മേ കുത്തിയിട്ട് അതാകെ പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ
ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.